ഇന്നെനിക്ക് വളരെ ബാഡ് ഡേ ആയിരുന്നു ഗൈസ്. നിങ്ങൾക്കറിയാവോ, എൻ്റെ ഒരു കസിൻ ഉണ്ട് കുഞ്ഞി. അതെ ഗൈസ്, കുഞ്ഞി സാറെന്ന വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. വന്നു കഴിഞ്ഞാൽ പിന്നെ സ്വന്തം വീട്ടിൽ നമുക്കൊരു വിലയില്ലാത്ത അവസ്ഥയാണ് ഗൈസ്. പിന്നെ എല്ലാവർക്കും അവനെ മതി. ഇവനാണ് കുഞ്ഞി. പേരിന് മാത്രമേ ഉള്ളൂ ഈ കുഞ്ഞ്. ഇപ്പൊ അങ്ങനൊന്നല്ല കേട്ടോ, പേരെടുത്ത ഗുണ്ടയാണ്. വന്നു കഴിഞ്ഞാൽ പിന്നെ എന്റെ അവസ്ഥ ഇതാ. എനിക്ക് നിൽക്കാനും നടക്കാനും അനങ്ങാനും ഒക്കെ ഭയങ്കര പേടിയാന്നും പറയില്ല ഗൈസ്. പേടിയൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഒരു മര്യാദയില്ലേ വഴക്കിനടിക്കൊന്നും പോവാതിരിക്കുന്നത്. കണ്ടോ, ഇവൻ വന്നു കഴിഞ്ഞാൽ ഇവന്റെ പണി ഇതാ, എന്നെ തപ്പി തപ്പി ഇങ്ങനെ നടക്കുക. ഇവനറിയില്ലല്ലോ ഇവന്റെ പൊടി കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പുറത്തോട്ടൊന്നും ഇറങ്ങാറില്ലാന്ന്. ഇവ എത്രയെന്ന് പറഞ്ഞോണ്ടാ എന്നെ അന്വേഷിക്കുന്നത്. അന്വേഷിച്ച് നടക്കട്ടെ. അപ്പോഴത്തേക്കും ഞാൻ പോയി എന്റെ പണികളൊക്കെ നോക്കാം. കുറച്ചു നേരം കിടന്ന് ഉറങ്ങാന്ന് കരുതിയാ ഞാൻ ഇങ്ങനെ കയറി വന്നത്. അപ്പതാ അവൻ എന്റെ പിന്നാലെയുണ്ട്. ഇനി ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവൂല. അവന്റെ കണ്ണിലാണാൻ പറ്റുകഴിഞ്ഞാ പിന്നെ പൊടി പോലും തിരിച്ചു കിട്ടില്ലെന്നുള്ള കാര്യം ഉറപ്പാ. പേടിച്ചിട്ടൊന്നല്ല ഗൈസ്, പിന്നെ ജീവിച്ചു പോണ്ടേ. നമ്മളൊരു പ്രശ്നത്തിനൊന്നും ഇറങ്ങത്തില്ല. ഈശ്വര, ഇവന്താ ഇവിടെ വന്നേക്കുന്നു. എന്നെ കണ്ടു കാണും. കണ്ടിട്ടില്ലായിരിക്കും. പിന്നെ ആകെയുള്ള ആശ്വാസം ഇവനെ ഇങ്ങനെ ജയില് പോലത്തെ ഒരു കൂട്ടറിട്ട് അടച്ചിങ്ങനെ വയ്ക്കും. എന്ത് രസമാണെന്നറിയോ കാണാൻ. അവന്റെ പ്രൗഢിയും ഗുണ്ടായുസും എല്ലാം ആ കൂട്ടിനകത്ത് ഉള്ളിൽ കിടന്നങ്ങ് എരി. എന്നാലും ഞാൻ ആ രസം അധിക നേരം നോക്കി ഇരിക്കാറില്ല ഗൈസ്.